ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. നീറ്റ് റിപ്പീറ്റിംഗ് റീറിപ്പീറ്റിംഗ് എന്റെ ലൂപ്സിൽ പെടുന്ന സ്റ്റുഡൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പാർട്ട് 1 പാർട്ട് 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ്. നിങ്ങൾ മുൻപുള്ള പാർട്ട് 1 ആൻഡ് 2 നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പാർട്ട് 3 വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലെ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ സോഷ്യൽ മീഡിയ പേജസുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക. SC/ST വിഭാഗത്തിലും അല്ലെങ്കിൽ OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരാറില്ല. അപ്പം നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു റീജിയനിൽ എത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ പഠിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാറ്റഗറിയിൽ അല്ല നിങ്ങൾ റാങ്ക് വരാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ 1,00,000 രൂപയ്ക്ക് താഴെ ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അടുത്ത ഫീസ് കുറവുള്ളൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കർണാടകയാണ്. അപ്പോൾ അവിടെ ഫീസ് തന്നെ ഏകദേശം 12 ലക്ഷത്തിന് മേലെയാണ്. അപ്പോൾ നമുക്കൊരു 60 ലക്ഷം രൂപ ഫീസായിട്ട് പ്ലസ് ഹോസ്റ്റൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കൂടി വരുമ്പോൾ ഒരു 70 to 80 രൂപ ഫീസ് വരെ നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ കറൻ്റ്ലി ഉള്ള നമ്മളുടെ MBBSന്റെ ഒരു ഫീസും അതുകൊണ്ട് ഓരോ വർഷവും എത്ര പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഒക്കെയാണ് കേരളത്തിൽ നിന്ന് നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടും റിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും ഒക്കെ ചെയ്ത് പോയിട്ട് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുമാണ് നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് റൈറ്റ് ടൈമിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യം പറഞ്ഞ കാര്യം തന്നെ വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ എന്താണ് റൈറ്റ് എന്നുള്ള കാര്യം ചിന്തിച്ച് ചൂസ് ചെയ്യാനാണ് നമ്മൾ ചെയ്യേണ്ടത്. 1,21,516 പേര് എക്സാം എഴുതുന്നില്ലെന്ന് ഏകദേശം ഒരു 5% സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന തരത്തിലാണ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ കണ്ടുവരുന്നത്. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ വർഷം നേടിയതിനേക്കാൾ ഒരു 10% ബെറ്റർ മാർക്കൊക്കെ നേടിയിട്ട് നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയി ഗവൺമെന്റിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ഒന്നിലധികം തവണ ചിന്തിച്ചുകൊണ്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. ഇനി നിങ്ങൾ ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് നോക്കുന്നെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു 50 ലക്ഷം ഇട്ട് അല്ലെങ്കിൽ ഒരു 1.5 കോടി രൂപ വരെ ചാർജ് ഫീസുകൾ വരാനായിട്ടുള്ള ചാൻസസുകളുണ്ട്. ഇന്ന് ഇന്ത്യയിലുള്ള ഒരു സിറ്റുവേഷൻസ് ആണിത്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് നിങ്ങളുടെ ഈ ഒരു പറയുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം. എന്നിട്ട് മാത്രമാണ് നിങ്ങൾ ഈ നീറ്റ് എക്സാം എഴുതുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് കിട്ടാനും ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ റിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും ചെയ്ത് അതിനുവേണ്ടി നിങ്ങൾ 2 വർഷം 3 വർഷം 4 വർഷം വരെയും കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ട് എന്താണ് നിങ്ങൾ ഫൈനൽ ഡിസിഷൻസ് എടുക്കേണ്ടത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഞങ്ങളുടെ ഇൻസൈറ്റ് 360യുടെ എല്ലാ സോഷ്യൽ മീഡിയ പേജസുകളും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.